ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്നൊരു പെരുന്നാൾ വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കണത്. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്ക് കേട്ടോ ആദ്യം തന്നെ. പിന്നെ അതാ നമ്മൾ പിന്നെ മന്തിയാണ് കേട്ടോ ഒന്ന് വെക്കണത്, ചിക്കൻ മന്തിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് മസാല കൂട്ടിയതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഓക്കെ, ഞാൻ മറന്നുപോയി, പകുതി എത്തിയപ്പോൾ എനിക്ക് ഓർമ്മയായത്. പിന്നെ തേങ്ങാച്ചോറായിരുന്നു കേട്ടോ, രണ്ടൈറ്റം ചോറ് വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ മാപ്പിളക്കാക്കാക്ക് പിന്നെ മന്തി ബിരിയാണി അങ്ങനത്തെ ഒന്നും പറ്റൂല കേട്ടോ, അതിന് തേങ്ങാച്ചോറേ പറ്റുള്ളൂ. അപ്പം ഞാനിതാ തേങ്ങാച്ചോറ് കുറച്ചും വെച്ചു, കുറച്ച് നമ്മൾ ചിക്കൻ മന്തിയും വെച്ചു കേട്ടോ. അങ്ങനെ അത് രണ്ടും പാടെ ഉണ്ട് വെക്കണം. അപ്പം അതിനുള്ള അരിയാണത്, നമ്മൾ മട്ടരി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇത് വെക്കണേ, തേങ്ങാച്ചോറ് വെക്കണേ. ആൾക്ക് മട്ടരി കൊണ്ട് തേങ്ങാച്ചോറ് വെക്കണ കേട്ടോ ഇഷ്ടം. എനിക്കാണെങ്കിൽ നേരെ തിരിച്ചാണ്. നമ്മളെ റേഷൻ കടയിലെ അരി ഉണ്ടല്ലോ, നല്ല വേഗം പെട്ടെന്ന് വേകണ അരി, അതാണെങ്കിൽ നല്ലതല്ലേ. ഇത് കുറേ നേരം വിസിലടിക്കും ഇതാക്കൊക്കെ വേണം. അപ്പം അതിനുള്ള ഓരോ പരിപാടിയിലാണ് കേട്ടോ. ആ ബൈക്കുള്ള തേങ്ങയും ഉള്ളിയും ഉലുവയും എല്ലാം തൊട്ട് ഇപ്പൊക്കെ ഇട്ട് അത് ഞാനൊരു ഭാഗത്ത് വെച്ചിട്ടോ ആദ്യം. കാരണം അത് ആദ്യം ആകണം. ആള് പള്ളിയിൽ നിന്ന് പിരിഞ്ഞ് വന്നേർക്ക് ആൾക്ക് ഫുഡ് കിട്ടണം കേട്ടോ. രാവിലെ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതന്നെയായിരുന്നു രാവിലെ 7 മണിക്കാണ് നിസ്കാരം. അത് കഴിഞ്ഞ് 7-8 മണിയാകുമ്പോൾ പെരിയിലെത്തുമല്ലോ. അപ്പം പിന്നെ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചങ്ങാണ്ട് വേഗം ആദ്യം തേങ്ങാച്ചോറ് വെച്ചിട്ടോ, കറണ്ട് അടുപ്പിലാണ് വെച്ചത്. പിന്നെ മന്തിക്കില്ല കോഴി ഇത് മസാല കൂട്ടിയത് അവിടെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പൊക്ക് ഇതാ പള്ളിക്കൊക്കെ പോകാൻ ഇവരെ ഓരോരുത്തരും മാറ്റിയും കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ആളാണ്, ഓനൊന്ന് ചെറുതായിട്ട് ഒന്ന് ഒരു ചീത്ത കിട്ടിയ അതിനാണ് കേട്ടോ തിരിഞ്ഞ് നിൽക്കണത്, വീഡിയോസിൽ പെടാതെ സ്പ്രേ ഒക്കെ അടിച്ചാണ്, മുഖം കാണിച്ചാതോ നിൽക്കുകയാണ്. പിന്നെ അതാ വെള്ളം വെച്ചേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ നമ്മളെ കറുകപ്പട്ടിയും കാറാമ്പൂവും അത് മാത്രമായിട്ട് ഇട്ടിക്കണേ. അങ്ങനെ കറുകപ്പട്ട അതൊക്കെയാണ് കേട്ടോ അതിൽ ഇട്ടത്. വെള്ളത്തൊക്കെ അതൊക്കെ ഇട്ട് അരിക്കില്ല അരിക്കില്ല ഇപ്പും പാകത്തിനൊക്കെ ഇട്ട് വെച്ചിട്ട് അതങ്ങനെ. പിന്നെ അരി ഞാനൊരു അരമണിക്കൂർ മുന്നേ കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നുണ്ട്. അപ്പോൾ അത് കഴുകിയും കൊണ്ട് എടുക്കുകയാണ്. പിന്നെ അത് അപ്പൊക്കെ ഇതാ നമ്മൾ ചെറിയ ആളെ വിളിച്ചാൻ പോയിട്ടോ. എൻ്റെ പെരേക്ക് പോകില്ലെന്നും ഭക്ഷണം കഴിക്കാൻ. അപ്പം അതിന് വിളിച്ചുണർത്താൻ വേണ്ടി ഇങ്ങോട്ട് പോയതാണ്. അപ്പോൾ അതാ ഒരടുപ്പത്തിൽ വെള്ളം വേകണം, ഒരടുപ്പിൽ ചിക്കൻ വേകണം. അപ്പോൾ മറ്റേ ആളിതാ പിന്നെ ഇതെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ, തുണി എടുക്കുകയാണ്. ആള് ആദ്യമായിട്ടാണ് തുണി എടുക്കണം. ആദ്യമായിട്ടല്ല, പാൻ്റാണ് കാര്യമായിട്ട് ഇടല്. പക്ഷെ ആൾക്ക് തുണി എടുക്കൽ അങ്ങോട്ട് വലിയ ഉഷാറ് പോരട്ടോ. അപ്പം ഞാൻ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ തുണി. എനിക്കും വലിയ ഇതൊന്നും പോരാ, പക്ഷെ എന്നാലും വെയ്ക്കണ മാതിരി എടുത്തു കൊടുക്കണ്ട കേട്ടോ. അത് അവിടെ വാപ്പിയും തുണി എടുത്തും കൊണ്ട് നിൽക്കുന്നുണ്ട്. രണ്ടാളും തുണി എടുത്തും കണ്ടാണ് നിൽക്കണം. അപ്പോൾ അതാ കുപ്പായൊക്കെ ഇട്ട് ഒരു കുപ്പായം. മറ്റേ ആൾ ഇപ്പോഴും തുണിമന്ന് വേറിട്ടിട്ടില്ല കേട്ടോ. അത് കുറേ ഇങ്ങോട്ട് വരുന്നുണ്ട്, അങ്ങോട്ട് കയറാവുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ അതിമങ്ങനെ എന്തൊക്കെ കാട്ടിക്കൂട്ടി കണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ അവർക്കുള്ള സ്പ്രേനും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തോട്ടോ ഇയാളിതാ. പിന്നെ എങ്ങനെയൊക്കെയാണ് ഒപ്പിച്ച് തുണി എടുത്ത് പിന്നെ കുപ്പായിട്ടലും പിന്നെ ഇതാ തുണി അയച്ചിട്ട് ആളൊരു തുണി കൊണ്ടൊരു കളിയായിരുന്നു പള്ളി പോണ വരെ. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് ഒരു പള്ളി പോകാൻ ഇറങ്ങിയിട്ട് മൂന്നാളും. അങ്ങനെ മൂന്നാളും പള്ളി പോകാൻ ഇറങ്ങി. ഉള്ളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് ആദ്യം തന്നെ. എന്നാൽ പിന്നെ അവിടെ ചെന്നാൽ അതിന് എടുക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ അതാ ഓൻ പള്ളിക്കൊക്കെ പോകണം. അപ്പോൾ ഓൻ സലാമിനൊക്കെ പറഞ്ഞ് ഓനും പള്ളിക്കൊക്കെ പോകാനുണ്ട്. അങ്ങനെ ഇതാ മൂത്താളും വന്നു. അങ്ങനെ ഒരു പള്ളിക്ക് പോയി. അപ്പൊക്ക് ഇതാ എൻ്റെ മാപ്പിളക്കാക്കിയും വന്നു കേട്ടോ. മാപ്പിളക്കാക്ക തൊള്ളിയിൽ എന്താന്ന് വെച്ചാൽ റംബുട്ടാനാണ് കേട്ടോ. ഞങ്ങൾക്ക് റംബുട്ടാനുണ്ട്. അപ്പം ഇമ്മ പോയിങ്ങാണ്ട് ആള് മുറ്റത്ത് കറങ്ങണീനും കയറണീനും ഒക്കെ ഓരോ റംബുട്ടാൻ തൊള്ളിയിലിട്ട് കണ്ടാട്ടോ വരിക. പിന്നെ അതാ റൂമൊക്കെ ഒന്ന് ശരിയാക്കാണ്ടായിരുന്നു, ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാക്കാണ്ടായിരുന്നു കേട്ടോ. അതാ ചെറിയ ആളിതിൽ കിടക്കുകയാണ്. ആളെടുത്ത് മാറ്റിയിട്ട് വേണമെങ്കിൽ അതൊക്കെ വിരിച്ച് ശരിയാക്കണമെങ്കിൽ ആളിന്ന് ബെഡിൽ മൂത്രമൊഴിച്ചു കേട്ടോ. ആൾക്ക് പമ്പേഴ്സ് ഇട്ട് കൊടുക്കലുണ്ട്, ഇല്ലെങ്കിൽ മൂത്രമൊഴിക്കലൊന്നുമില്ല. ചില ടൈമിൽ വിളിക്കും, ചിലപ്പോൾ വിളിക്കൂല. അപ്പം എന്നാൽ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ എന്ന് വിചാരിച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ. ഒക്കെ അതൊക്കെ റെഡിയാക്കിങ്ങാണ്ട് വേറെ ബെഡ്ഷീറ്റ് മാറ്റി പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച്. ഇത് പുതപ്പ് എൻ്റെ മാപ്പിളക്കാർക്ക് സൗദി അറേബ്യയിൽ നിന്ന് കൊടുന്ന പുതപ്പാണ്. എന്നെക്കായും വെയിറ്റ് ഉണ്ട് അത്. അതൊന്ന് മടക്കി വെക്കണമെങ്കിൽ ഒരു അതാപ എത്രയാണ് അറിയാം. പിന്നെ അതാ ചെറിയ ആൾ അവിടെ കടന്നിട്ടോ. പിന്നെ അടുത്ത റൂമിലും ബെഡ് എന്താ ഇതൊക്കെ മാറ്റാണ്ടായിരുന്നു കേട്ടോ, ബെഡ്ഷീറ്റൊക്കെ മാറ്റാണ്ടായിരുന്നു. ആളെ തൊട്ടിയാണ് ഇട്ടത്. ആളിത് ഇവിടെ കടന്ന് ടി വി കാണണേന് കേട്ടോ. തൊട്ടിയിലും നല്ല കടത്തം, ടി വി കാണുമ്പോൾ തൊട്ടിയിൽ ഇരുന്നിട്ടാണ് കേട്ടോ ആള് കാണുക. അപ്പോൾ ആ ബെഡ്ഷീറ്റൊക്കെ ആകെ മുഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയങ്ങാണ്ട് അതും മാറ്റി വിരിച്ച് പോന്നു. പിന്നെ അത് അപ്പക്ക് തേങ്ങാച്ചോറ് വിസിലടിച്ചിട്ടോ. പിന്നെ ഉള്ളിൽ കൂടെയൊക്കെ ഒന്ന് അടിച്ചേരി തുടക്കാണ്ടായിരുന്നു, അതൊക്കെ അടിച്ചേരി ലെവലാക്കി. പിന്നെ തുടക്കാണ്ടായിരുന്നു, അതൊക്കെ തുടയൊക്കെ കഴിഞ്ഞിട്ട് അപ്പക്ക് കിച്ചണിൽ ഓരോ പണികൾ അതും നടക്കുന്നുണ്ട്. ആ നിലത്ത് എന്തായാലും നീല കളർ എന്ന് വിചാരിക്കണ്ടാവുന്നത്. ഞാനത് പിന്നെ പനവയിൽ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞു, പിന്നെ വെള്ളത്തിലും പാരും, അങ്ങനെ ഉണ്ടോ തുടക്കല്. പിന്നെ അതായത് നമുക്ക് ചോർക്കുള്ള മന്തിക്കുള്ള എന്താ ഫുഡ് കളറുകളാണ് കേട്ടോ. അത് രണ്ടും മിക്സ് ചെയ്ത ഫുഡ് കളർ അറിയണമെന്നില്ല. ഒന്ന് നമ്മളെ ചിക്കൻക്ക് ചേർക്കണ റെഡ് കളറും പിന്നെ നമ്മളെ മഞ്ഞപ്പൊടിയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ചോറ് വെന്തു, അത് ഊറ്റി. പിന്നെ അയിക്കുള്ള പച്ചമുളകാണ് കേട്ടോ. നമ്മൾ മന്തിക്ക് 4 മുളക് പൂത്തി വെക്കുമല്ലോ, അങ്ങനെ എന്താ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തങ്ങാണ്ട്, ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെ ആ തലപ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്തങ്ങാണ്ട് അങ്ങനെ അത് വെച്ച് കൊടുക്കണ്ട. അങ്ങനെ കോയിലിലെ എണ്ണയും വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ അയക്ക് മന്തി ഇതിട്ടു കേട്ടോ. അരി വെന്തത് ഊറ്റി വെച്ചിരുന്നല്ലോ ഞാൻ, അത് അയക്ക് എടുത്തിട്ടു കേട്ടോ.
പിന്നെ അങ്ങനെ ഇട്ട് അതൊക്കെ ലെവലാക്കി വെച്ചിട്ട് പിന്നെ അതാ മഞ്ഞപ്പൊടി കലക്കിയതാണ് കേട്ടോ അത്. ഫുഡ് കളർ കിട്ടിയില്ല. അപ്പോൾ നമ്മളെ മഞ്ഞപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ അത് വെള്ളത്തിൽ കലക്കിങ്ങാണ്ട് അതും പറഞ്ഞു. പിന്നെ നമ്മളെ ചിക്കൻ കളറാണ് കേട്ടോ അത്, റെഡ് കളറ്. നമ്മൾ ചിക്കനിലും ഇതിലൊക്കെ ചേർക്കണ ആ കളറാണ് കേട്ടോ അതും. അങ്ങനെ അതും മിക്സ് ചെയ്ത് പറഞ്ഞ് പിന്നെ അതാ മുളക് 4 ഭാഗത്തും പൂത്തി കൊടുത്തു കേട്ടോ. അത് അതിൽ വെന്ത് കിടക്കണ കാണാൻ അങ്ങനെ നല്ലോണം ആവിൻ കയറി കഴിഞ്ഞാൽ നല്ലതാവുമല്ലോ. പിന്നെ അത് നല്ല കണലെടുത്തിട്ട് അതിക്ക് വെച്ചു കേട്ടോ. കണലിൽ തീ ഇട്ടുങ്ങാണ്ട് അതിക്ക് വെച്ചിങ്ങാണ്ട് നമ്മൾ അടച്ചേക്കണല്ലോ, ആകുമ്പോൾ അടച്ചേക്കണല്ലോ. പിന്നെ അതിനുള്ള എണ്ണ പാർന്നു കൊടുത്തു. ആ എണ്ണ പാരുമ്പോഴല്ലേ അതിൻ്റെ പുക വരുള്ളൂ, എന്തെങ്കിലല്ലേ നമ്മൾ മന്തിൻ്റെ ഒരു ചൂര് കിട്ടുള്ളൂ നമുക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് അത് അങ്ങനെ എണ്ണയൊക്കെ പാർന്നങ്ങാണ്ട് അതും അടച്ചു വെച്ചു കേട്ടോ. അങ്ങനെ അതും റെഡിയായി. അതിൻ്റെ എല്ലാ കിച്ചണിലെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ തേങ്ങാച്ചോറ് ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയക്ക് മാറ്റി ഇങ്ങോട്ട് അടച്ചു വെച്ച് കുക്കറിൽ തന്നെ ആയാലും പിന്നെ ഇതാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ അയക്ക് മാറ്റി വെച്ച് പിന്നെ അതാ കിച്ചണൊക്കെ ഒന്ന് ഫുള്ള് ക്ലീൻ ആക്കി എല്ലാ പണിയും കഴിഞ്ഞ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി സൂപ്പറാക്കി ഇട്ടു കേട്ടോ. ഇതാണ് കേട്ടോ ഫുള്ള് വൃത്തിയായതിൻ്റെ ഒരു ഇതാണ് കേട്ടോ കാണുന്നത് മന്തി. പിന്നെ ഇത് ചോറൊക്കെ പിന്നെ ലാസ്റ്റാണ് കേട്ടോ ഞാൻ മിറ്റടിക്കാൻ ഇറങ്ങിയത്. ഉള്ളിൽ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മിറ്റത്തൊക്കെ ഇറങ്ങിയത് കേട്ടോ. കാരണം എല്ലാവരും കഴിഞ്ഞ് മിറ്റത്തൊക്കെ ഇറങ്ങിയാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. പിന്നെ അപ്പൊക്കെ ആള് പള്ളിയിൽ നിന്ന് വന്ന ആൾക്ക് നല്ല വിശപ്പ് കാരണങ്ങാണ്ട് ആള് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ആള് മന്തി തേങ്ങാച്ചോറ് അങ്ങനെ കഴിച്ചലില്ല കേട്ടോ. പിന്നെ മന്തി എടുക്കാനായിട്ടില്ല, ഇപ്പം വെച്ചിട്ടുള്ളൂ പറഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് അത് മതി പറഞ്ഞങ്ങാണ്ട് അങ്ങനെ അത് കൊടുത്തു. പിന്നെ മാപ്പിളക്കാക്ക് വന്നു, മാപ്പിളക്കാക്കും കൊടുത്തു. അപ്പോൾ കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞങ്ങാണ്ട് കട്ടൻ ചായ കൊടുക്കാനുണ്ടോ. അവർ ബോട്ടിയും തേങ്ങാച്ചോറോട്ടോ കഴിക്കണേ. പിന്നെ ഇത് എൻ്റെ മൂത്തച്ഛൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ. ഓള് വന്നിരുന്നു കേട്ടോ, അങ്ങോട്ട് മോളെടുത്തേക്ക് വന്നിരുന്നു. അപ്പം അങ്ങനെ ഓല് രണ്ടാളൊക്കെ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസുകളൊക്കെ എടുത്തുങ്ങാണ്ട് അങ്ങനെ നിന്നിരുന്നു കേട്ടോ. പിന്നെ അതാ ചോറ് വന്നു. അപ്പം അതൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാതും ഒന്ന് മിക്സ് ആക്കണം കേട്ടോ. അപ്പം നമ്മൾ മന്തിയൊക്കെ നമ്മൾ മിക്സ് ആക്കി ഇങ്ങോട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കി വെച്ചു. പിന്നെ അത് അപ്പൊക്ക് ചെറിയ ആള് എണീറ്റ് ഓൻ്റെ എണ്ണയൊക്കെല്ലാം കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന ഡ്രസ്സൊക്കെ മാറ്റി ഓന് നുള്ള പൗഡറൊക്കെ ഇട്ട് കൊടുക്കാണ് കേട്ടോ മുഖത്ത്. അതൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ആളിതാ വണ്ടി ഓലൊക്കെ പിന്നെ വണ്ടിയിൽ കയറിയിട്ട് ഓലതൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ വണ്ടിയിൽ കയറിയിരിക്കണത്. അപ്പോൾ മറ്റേ ആള് ഭയങ്കര വെള്ളം കൂടി ഓൻ തേങ്ങാച്ചോറായിട്ട് തിന്നിരുന്നു. പിന്നെ അത് അവരങ്ങനെ എൻ്റെ വീട്ടിലേക്കാട്ടോ പോയിരുന്നത്. വീട്ടിലെത്തി അവിടെ ചെന്നപ്പോൾ നല്ല ബിരിയാണിയും പപ്പടം പൊരിച്ചതും അങ്ങനെ എല്ലാ സംഗതികളും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ആങ്ങളുടെ കുട്ടിയാണ് കേട്ടോ ലൈബ പറയാ. ഓനാണെങ്കിൽ ലൈബ എന്ന് പറഞ്ഞാൽ ഓനും അല്ലു എന്ന് പറഞ്ഞാൽ ഓക്കും അത്രക്ക് കാര്യമാണ് കേട്ടോ. അങ്ങനെ ഓലിതാ ബിരിയാണിയൊക്കെ എന്താ ദമ്മൊക്കെ പൊട്ടിച്ച് പോലെ എല്ലാവരും ഒപ്പം ഇരുന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഇമ്മിപ്പാനെയും ഒക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തോലൊക്കെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കേട്ടോ ലാസ്റ്റാണ് നമുക്ക് ബീഫ് കിട്ടിയത്, പള്ളിക്കലെ ഒലിയത്തിൻ്റെ ഇറച്ചി. അങ്ങനെ അതൊക്കെ കിട്ടി. അതൊക്കെ കട്ട് ചെയ്തൊക്കെ ഓരോ ഭാഗത്താക്കിട്ടോ. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാം കേട്ടോ. ഓക്കെ, ബൈ.